കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര കേരളത്തിന്റെ സാമുദായിക സംഘടനാ അന്തരീക്ഷത്തിൽ വേറിട്ട കാൽവെപ്പായി മാറി. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം ഉയർത്തിയ കേരള യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് പ്രൗഢ സമാപനം. കേരള മുസ്ലിം ജമാഅത്ത് നടത്തിയത് മാതൃകാപരമായ ഇടപെടൽ എന്നും വിലയിരുത്തൽ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചതോടെ കേരളത്തിന്റെ സാമൂഹ്യ സാമുദായിക അന്തരീക്ഷത്തിലെ വേറിട്ട കാൽവെപ്പായത് മാറി. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന അതിപ്രധാന സന്ദേശം മുന്നോട്ടുവച്ച യാത്രയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിനും മതചിന്താഗതികൾക്കും അതീതമായ വൻ ജനകീയ പിന്തുണയാണ് ലഭിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരി 1-ാം തീയതി കാസർഗോഡ് ജില്ലയിലെ ഉള്ളാൾ ദർഗയിൽ നിന്നും ആരംഭിച്ച യാത്രയാണ് ജനുവരി 16-ന് തിരുവനന്തപുരത്ത് സമാപിച്ചത്. 2012-ൽ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കേരള യാത്രയ്ക്കും വലിയ ജനകീയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്. ആ യാത്രകളുടെ തുടർച്ചയായാണ് ഈ യാത്രയും ജനഹൃദയങ്ങളെ കീഴടക്കിയത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാനവിക മൂല്യങ്ങൾക്ക് മുൻതൂക്കം നൽകി മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം മുന്നോട്ട് വയ്ക്കുക വഴി സമകാലിക അന്തരീക്ഷത്തിൽ വ്യക്തമായ ദിശാസൂചിക നൽകുകയാണ് കേരള യാത്ര ചെയ്തത്. അതിൽ സംഘാടകരായ കേരള മുസ്ലിം ജമാഅത്തിന് അഭിമാനിക്കാൻ ഏറെയുണ്ട് താനും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും തമിഴ്നാട്ടിലെ നീലഗിരിയിലും പര്യടനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് കേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചത്. തിരുവനന്തപുരത്തെ പാളയത്ത് നിന്ന് ആരംഭിച്ച റാലിയും സെന്റിനറി ഗാർഡ് പരേഡും പുത്തരിക്കണ്ടത്ത് സമാപിച്ചത് തലസ്ഥാന നഗരിക്ക് വേറിട്ട അനുഭവമായി. ഇത്രയധികം ജനസഞ്ചയം ഒഴുകിയെത്തിയിട്ടും അടുക്കും ചിട്ടയും അച്ചടക്കവും നിലനിർത്താൻ കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. കേരള യാത്രയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവാസി ഘടകമായ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ഓട്ടിസം, സെറിബ്രൽ പാൾസി പോലെയുള്ള ഗുരുതര രോഗബാധിതർക്കുള്ള സഹായ വിതരണ പദ്ധതി കാന്തപുരം അബൂബക്കർ മുസ്ലിയാറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് നിർവഹിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ക്യാപ്റ്റൻ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, ഇ. സുലൈമാൻ മുസ്ലിയാർ, ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയവർ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. മുസ്ലിം വിശ്വാസ സമൂഹത്തിൽ എ.പി. വിഭാഗം സുന്നി സമൂഹത്തിന്റെ കരുത്താണ് കേരള യാത്രയിലൂടെ വിളംബരം ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആത്മീയ അന്തരീക്ഷത്തിനപ്പുറം ശക്തമായ രാഷ്ട്രീയ പ്രാധാന്യവും ഈ യാത്രയ്ക്കുണ്ട്. പലപ്പോഴും ഇടതുപക്ഷ ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്ന എ.പി. വിഭാഗം കഴിഞ്ഞ കുറച്ചു കാലമായി പ്രശ്നാധിഷ്ഠിത സമീപനങ്ങളാണ് കൈക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ എ.പി. വിഭാഗത്തിന്റെ വോട്ടുകൾ പഴയതുപോലെ ഇടതുചേരിക്ക് മാത്രം ലഭിക്കുമെന്ന് ഒരിക്കലും പറയാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് കേരള യാത്രയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ എല്ലാം മുസ്ലിം ലീഗ് നേതാക്കൾ സജീവമായി പങ്കുചേർന്നിരുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള പ്രമുഖ നേതാക്കൾ കേരള യാത്രാ യോഗങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും പങ്കാളിത്തം ഉറപ്പാക്കാൻ മറ്റു നേതാക്കളോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ എ.പി. സുന്നി നേതൃത്വത്തിന് വളരെയധികം പരിഗണനകളാണ് നൽകി വരുന്നതെന്നാണ് യാഥാർത്ഥ്യം. ഒട്ടേറെ ബോർഡുകളിലും കോർപ്പറേഷനിലും ചെയർമാൻ സ്ഥാനങ്ങളും മെമ്പർ സ്ഥാനങ്ങളും ഇടത് സർക്കാർ എ.പി. വിഭാഗത്തിന് നൽകിയിരുന്നു. എന്നാൽ സമീപകാലത്ത് സർക്കാർ കൈക്കൊണ്ട ചില സമീപനങ്ങളോട് വിയോജിപ്പും എ.പി. വിഭാഗത്തിന് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനം മുസ്ലിം സമൂഹത്തെ നിരന്തരം അധിക്ഷേപിക്കുകയും വർഗീയ പരാമർശങ്ങൾ തുടരെ നടത്തുകയും ചെയ്യുന്ന എസ്.എൻ.ഡി.പി. യോഗം ചെയർമാൻ വെള്ളാപ്പള്ളി നടേശന് വഴിവിട്ട പിന്തുണ നൽകുന്നുവെന്ന ആരോപണങ്ങളെ തുടർന്നാണ്. സംസ്ഥാനത്തെ സ്വകാര്യ വിദ്യാലയങ്ങളിലെ ഭിന്നശേഷി അധ്യാപക നിയമനം സംബന്ധിച്ച് സർക്കാർ നിലപാടിനോട് കടുത്ത അസംതൃപ്തിയും എ.പി. വിഭാഗം സമസ്ത നേതൃത്വത്തിനുണ്ട്. എൻ.എസ്.എസ്. നേതൃത്വത്തിന് അനുഭാവമേകുന്ന സമീപനം വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുന്നുവെന്ന പരാതിയും എ.പി. വിഭാഗത്തിനുണ്ട്. ഈ വിധം വിമർശനങ്ങൾക്ക് പിന്തുണ നൽകി മുസ്ലിം ലീഗിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ രംഗത്തെത്തുന്നതിന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നത് ഉറപ്പ്. എന്നാൽ ഈ വിധം നീക്കങ്ങളോട് പരസ്യമായ ഒരു പ്രതികരണവും നടത്താൻ എ.പി. വിഭാഗം നേതാക്കൾ തയ്യാറായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. സാമുദായിക സംഘടനാ പ്രവർത്തനങ്ങളോടൊപ്പം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായി ഇടപെടുന്നതിലൂടെ ഉദാത്തമായ സാമൂഹിക ദൗത്യം കൂടിയാണ് കേരള യാത്ര സഫലമായി നിറവേറ്റിയത്.